സൂക്ഷ്മദർശിനി പുതിയ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന നസ്രിയയുടെ കഥാപാത്രമാണ്. പ്രിയദർശിനി എന്ന കഥാപാത്രമാണ് നസ്രിയ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. നസ്രിയയുടെ തിരിച്ചുവരവ് വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകളെല്ലാം കറക്റ്റായി എന്ന് വേണമെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിലൂടെ പറയാം. ഇതൊരു നസ്രിയയുടെ ഫുൾ ഷോയാണ്. അതോടൊപ്പം തന്നെ പ്രധാന കഥാപാത്രത്തിൽ ബേസിൽ ജോസഫ് വരുന്നുണ്ട്. ബേസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുവാക്കളുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ എല്ലാവരുടെയും ഹരമാണ്. ബേസിലിനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന എന്തോ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. പണ്ട് കാലത്ത് മുകേഷ് ഏട്ടനും ജയറാമേട്ടനും സിനിമകളിലും മിനിമം ഗ്യാരണ്ടിയിൽ ആൾക്കാർ കയറും എന്നതുപോലെയാണ് ബേസിലിന്റെ സിനിമയിൽ ഇപ്പോൾ ആൾക്കാർ കയറും എന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കഥാപാത്രം സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രമാണ്. സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രം വളരെ കുറച്ച് നർമ്മരംഗങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ നസ്രിയയുടെ ആ ലേഡീസ് ഗ്യാങ്ങും വളരെ നല്ല രസമായിരുന്നു. അവരുടെ എല്ലാം കൂടെ ആ കോമ്പിനേഷൻ സീനുകളും എല്ലാം നല്ല രസമായിരുന്നു. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകുമ്പോൾ എന്നുള്ളത് കൊണ്ട് തന്നെ കഥയിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഒരു രീതിയിലാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇനി അടുത്തത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ മനസ്സിൽ കുറെ കാര്യങ്ങൾ കണക്ക് കൂട്ടും. പക്ഷെ അതൊന്നും അല്ല ക്ലൈമാക്സിൽ വരുന്നത്. ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിച്ച കാര്യത്തിലേക്ക് അല്ലല്ലോ ഇത് പോയത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ഒരു വർഷമാണ്. ഇപ്പോൾ ഹലോ മമ്മി ഇന്നലെ വന്നു, റിലീസായി, നല്ല പെർഫോമൻസ് ആണ് അവരിൽ ഉള്ളത്. അതേപോലെ തന്നെ സൂക്ഷ്മദർശിനി വന്നു. ഓരോ ആഴ്ച ഇറങ്ങിയ 2 സിനിമകൾ വളരെ മികച്ച പെർഫോമൻസ് നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ പോസിറ്റീവുകൾ മലയാള സിനിമയ്ക്കും ഉണ്ട്. ഈ വർഷം എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ വിജയിച്ച ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ ആസ്വദിക്കേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി. പിന്നെ ഇതിന്റെ ക്യാമറ ആംഗിളുകൾ, ചില ഷോട്ടൊക്കെ കാണണം, നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതിൽ ആഹ്ലാദം വരും. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സീനുണ്ട്. ആ സീന് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സീനിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ നമുക്കുള്ള ഉള്ളിൽ ഒരു ഞെട്ടലുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ആഴത്തിലിരിക്കുന്നുണ്ടാണ് ആ ഞെട്ടലുണ്ടായത്. പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടും. അതിലൊക്കെ സംവിധായകൻ വലിയ രീതിയിൽ വിജയിച്ചു. ആ ഷോട്ട് എടുക്കുന്നതിലൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു. അതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഞെട്ടലും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.